ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഈ നോയമ്പിന്റെ കാലയളവിൽ ഇന്നത്തെ അല്പസമയം ചിന്തിക്കുവാനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം അഗണ്യമായ ഭക്തി. എന്താണ് ദൈവഭക്തി? വിശുദ്ധ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, ശുദ്ധവും നിർമ്മലമായ ഭക്തി അനാഥരെയും വിധവമാരെയും സങ്കടത്തിൽ ചെന്ന് കാണുന്നതാവുന്നു. നാം യോഹന്നാന്റെ പുസ്തകം 12 അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അഗണ്യമായ ഭക്തിയുടെ സഹ്യപ്രകടനമായി മറിയം ഈശോയുടെ പാദത്തിലാണ് തൈലം പൂശിയത്. ഈശോയോടുള്ള ആദരവും ഭക്തിയും പ്രകടനമാക്കുന്ന ഒരു പ്രവൃത്തി കൂടിയിട്ടാണ് തൈലം പൂശൽ നടന്നത്. മറിയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ സ്നേഹത്തിന്റെയും നന്ദിയുടെയും പ്രകടനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സുവിശേഷകരായ മത്തായിയും മർക്കോസും ഈ സംഭവത്തെ വിവരിക്കുമ്പോൾ യേശുവിന്റെ ശിരസിലാണ് അഭിഷേകം ചെയ്യപ്പെടുന്നത്. യേശുവിന്റെ മരണത്തെ പറ്റിയുള്ള പ്രവചനമായിട്ട് കാണുന്നതിന് വേണ്ടിയാകണം യോഹന്നാൻ ഈ മാറ്റം വരുത്തിയത്. മറിയത്തിന്റെ പ്രവൃത്തി അവളുടെ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ബാഹ്യപ്രകടനമായിരുന്നു. വിദ്വേഷം അലയടിക്കുന്ന വാക്കുകളിലൂടെ പ്രതികരിക്കുന്ന യൂദാസ് മറിയത്തിന്റെ പ്രവൃത്തിയിലെ നന്മയെ കണ്ടെത്താതെ ദരിദ്രരുടെ പേരിൽ യേശുവിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. യൂദാസ് കള്ളനും പണക്കൊതിയനും അവന് അവളുടെ നന്മയെ കണ്ടെത്തുവാൻ പരാജയപ്പെടുകയും ചെയ്തു. നന്മയെ പ്രോത്സാഹിപ്പിക്കുവാനും തിന്മയെ നിരാകരിക്കുവാനും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വാക്കുകളിലൂടെയല്ല, പ്രവൃത്തിയിലൂടെ അത്രേ നാം ഭക്തി പ്രകടമാക്കേണ്ടത്. ഭക്തിയും സ്നേഹവും ആദരവും ആത്മസമർപ്പണവും ഒത്തുചേരുന്ന വേദിയാണ് ഈ സംഭവം. മറിയയുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പരിമളം പരക്കുമ്പോൾ യൂദാസിന്റെ അസൂയയുടെയും ദുരാഗ്രഹത്തിന്റെയും ദുർഗന്ധപൂരിതമായ അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. യേശുവിനെ പിന്തുടരുന്നവർ അഗണ്യമായ ഭക്തി വാക്കുകളിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഓരോരുത്തരും നമ്മുടെ ഭക്തി പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ നിർത്തുന്നു.